അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ, അങ്ങനെ ഞങ്ങൾ മക്കയിൽ നിന്ന് വിട പറഞ്ഞ് മദീനയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മദീനയിലത്തെ റൂമാണ് കേട്ടോ. ഞങ്ങൾ റൂം നമ്പർ ഞങ്ങൾക്ക് വന്നത് 608 ഞങ്ങൾ ആകെ ടയേർഡ് ആയിക്കണേ. ഇപ്പൊ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതാണ് ഈ റൂം ഇത്ര അലങ്കോലായിട്ട് കിടക്കുന്നത്. 3 ബെഡ് ഉണ്ട് റൂമില്. അപ്പൊ അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ രാത്രി 1 മണി ആയിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലോട്ട് എൻ്റെ ഒരു അറിവിൽ 5 മണിക്കൂർ യാത്രയാണ് ഞങ്ങൾക്ക് വന്നത്. ഇനി നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് പോവാണേ. പോകുമ്പോൾ സുന്നത്താണ് പുതിയ വസ്ത്രം ധരിക്കലേ. ഞങ്ങൾ റൂം വരുന്നത് ഹറമിന് തൊട്ടടുത്താണ്. റൂമിന്റെ അവിടുന്ന് കുറച്ച് നടന്നാൽ മതി കേട്ടോ. അൽഹംദുലില്ലാ, ഞങ്ങൾ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഉംറ ചെയ്യാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിലെത്തി സലാം പറയാന്നുള്ളതൊക്കെ. അൽഹംദുലില്ലാ, അങ്ങനെ അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് മദീനയിലത്തെ രാത്രി കാഴ്ചകളെ. നമുക്ക് ഈ മനോഹരമായ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടായിട്ട് കൊടകളൊക്കെ അടച്ചിട്ടിരിക്കണത്. പകൽ സമയത്തായിട്ട് കൊടകളൊക്കെ ഓപ്പൺ ആവണത്. ഇതാണ് ഹറമിന്റെ പുറം കാഴ്ചകളെ. നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനേ. സ്ത്രീകൾക്ക് ഹറമിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനുള്ള വാതിലാണ് ഈ കാണുന്നത്. ഹറമിന് ഒരുപാട് വാതിലുകളുണ്ട്. പക്ഷെ ഇതിലാകെ തുറന്നിട്ടിട്ടുള്ളത് 2 ഡോറുകൾ മാത്രമാണ്. ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞിരുന്നു എല്ലാവർക്കും ഒപ്പം പോകാന്നുള്ളത്. അപ്പൊ കുറച്ച് ആൾക്കാർ വരാണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യണേ. അൽഹംദുലില്ലാ, അങ്ങനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആദ്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുബ്ബ കാണാനേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാൻ. നാട്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്നത് പച്ചക്കുബ്ബയും മിനാരം മാത്രമേ. നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ഈ വെള്ളക്കുബ്ബൻ്റെ കാര്യം നമ്മൾ നോട്ട് ചെയ്യണത് കേട്ടോ. ഈ വെള്ളക്കുബ്ബ എന്ന് പറയുന്നത് 3 മെഹ്റാബിന്റെ മുകളിലുള്ള ഒരു അടയാളമാണ് കേട്ടോ. ഞാൻ ഒരുപാട് നേരം പച്ചക്കുബ്ബയെ നോക്കിയിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഇമോഷണലായി കരഞ്ഞു. ഞാൻ പിന്നെ അവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും പിന്നെ അള്ളാഹിനോട് ദുആ ചെയ്തൊക്കെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കുറച്ച് സലാത്തൊക്കെ ചൊല്ലിട്ടോ. മദീനയിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷെസ്മോൾ ഉറങ്ങിയിട്ടാ. മദീനയിൽ എത്തിയതിന് രാത്രി 2 മണി 1 മണി സമയത്താണ് കേട്ടോ മദീനയിൽ എത്തിയിരിക്കണത്. നിങ്ങൾക്ക് മദീനയിൽ വന്ന് ഇതേപോലെ കാണാൻ പറ്റും. സ്കൂട്ടറിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നതും വീൽ ചെയറിൽ പോകുന്ന ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ മദീനയിലെ രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടാ. ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.